നമസ്കാരം. സ്പോർട്ട് കിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഫുട്ബോൾ മത്സരത്തിൽ മോശമായ ടാക്കിളുകൾ ചെയ്യുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഡിസിപ്ലിനിൻ്റെ കുറവ് കൊണ്ടും താരങ്ങൾക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടി വരുന്നത് നമ്മൾ കാണാറുള്ളതാണ്. എന്നാൽ ഒരു ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ താരങ്ങൾക്കും റെഡ് കാർഡ് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ളൊരു സംഭവമാണ്. 2011 അർജന്റീനിയൻ ക്ലബ് ഫുട്ബോളിൻ്റെ 5th ടയറിൽ നടന്നൊരു ഫുട്ബോൾ മത്സരമായിരുന്നു ഇത്. ബ്യൂണസ് ഐറസിലെ രണ്ട് ക്ലബ്ബുകളായ ക്ലയോപോളും വിക്ടോറിയനോ അരീനാസും തമ്മിലായിരുന്നു ഈ മത്സരം നടന്നത്. ഒരു ലോക്കൽ ഡെർബി ആയതിനാൽ തന്നെ ഇരു ടീമുകളും വളരെ വാശിയോടെ കണ്ടസ്റ്റ് ചെയ്യുന്നൊരു മത്സരമാണ് ഇത്. ഈ മത്സരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ പരുക്കനായ കളിയാണ് ഇരു ടീമുകളും പുറത്തെടുത്തത്. ഹാഫ് ടൈമിന് മുമ്പ് തന്നെ രണ്ട് താരങ്ങൾക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടതായിട്ട് വന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ മത്സരം കൂടുതൽ പരുക്കനായി മാറുകയായിരുന്നു. സെക്കൻഡ് ഹാഫിലും 1-2 മോശമായ ടാക്കിൾസുകൾ വന്നതോടുകൂടി മത്സരം കൈവിട്ടുപോയി. ഇരു ടീമിലെ താരങ്ങളും കോച്ചിങ് സ്റ്റാഫും ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടി. ഗ്യാലറിയിലുണ്ടായിരുന്ന ഇരു ടീമുകളുടെ ആരാധകർ തമ്മിലും കയ്യാങ്കളിയായി. അങ്ങനെ മത്സരം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതേ തുടർന്ന് ഇരു ടീമിൻ്റെയും പ്ലേയിങ് 11-ലുണ്ടായിരുന്ന 22 താരങ്ങൾക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലുണ്ടായിരുന്നതും കോച്ചിങ് സ്റ്റാഫിലെ അംഗങ്ങളുമായ 14 പേർക്കും കൂടി റെഡ് കാർഡ് ഇഷ്യൂ ചെയ്യപ്പെട്ടു. ആകെ മൊത്തം 36 പേർക്കാണ് ഈ ഒറ്റ മത്സരത്തിൽ റെഡ് കാർഡ് ഇഷ്യൂ ചെയ്യപ്പെട്ടത്. ഒരു സീനിയർ ലെവൽ ഫുട്ബോൾ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റെഡ് കാർഡുകൾ ഇഷ്യൂ ചെയ്യപ്പെട്ട മത്സരമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ഈ മത്സരത്തിൻ്റെ പേരിലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ഫുട്ബോൾ റിലേറ്റഡ് കണ്ടന്റുകൾ നിങ്ങൾ കാണുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.